എല്ലാവർക്കും നമസ്കാരം. കേരളത്തിലെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പിണറായി വിജയൻ്റെ ഈ കാലഘട്ടത്തിന് ശേഷം ആ പാർട്ടിയെ നയിക്കാൻ പര്യാപ്തമായ രീതിയിലുള്ള ഒരു നേതാവാര് എന്നുള്ള ഒരു ചോദ്യവുമായാണ് കേരളീയ സമൂഹം ഇപ്പോൾ ജീവിക്കുന്നത്. ഇപ്പോൾ പാർട്ടിയിലുള്ളവരും പാർട്ടിക്ക് പുറത്തുള്ളവരുമൊക്കെ ഇപ്പോൾ വളരെ സന്ദേഹത്തോടു കൂടി കാത്തിരിക്കുന്നത് പിണറായി വിജയൻ്റെ ഈ ദുരന്ത കാലഘട്ടത്തിന് ശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കേരളത്തിൽ നയിക്കാൻ പര്യാപ്തനായ ഒരു നേതാവ് ആരാണ് എന്നുള്ളതാണ്. അതിന് വളരെ കൃത്യമായ ഉത്തരവുമായി ആ നേതാവ് തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് പി ജയരാജൻ എന്നാണ്. പി ജയരാജൻ CPM-നെ സംബന്ധിച്ച് വെറുമൊരു നേതാവല്ല. കണ്ണൂർ ജില്ലയിലെ പാർട്ടിയിൽ അവിടെ താഴെ തട്ടിലുള്ള ഏറ്റവും സർവ്വസാധാരണക്കാരനായ തൊഴിലാളി വർഗത്തിലുള്ള ഒരു പാർട്ടി അനുഭാവി മുതൽ ഇങ്ങ് മേലെ തട്ടിൽ സമ്പന്നരായ വ്യവസായികൾ വരെ, പാർട്ടിക്ക് പുറത്തു നിൽക്കുന്ന വ്യവസായ സമൂഹം വരെ കൈപ്പിടിയിലുള്ള ഒരു നേതാവാണ് പി ജയരാജൻ. തന്നോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ആളുകളെ എങ്ങനെയൊക്കെ മുന്നോട്ട് നയിക്കണമെന്ന് കൃത്യമായ അവഗാഹമുള്ളൊരു നേതാവ് കൂടിയാണ് അദ്ദേഹം. പക്ഷെ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി പാർട്ടിയുടെ ഏതാണ്ടൊക്കെ പടിക്ക് പുറത്തു നിൽക്കുന്ന ഒരു സന്നിഗ്ധ ഘട്ടത്തിലാണ് പി ജയരാജൻ്റെ രാഷ്ട്രീയ ജീവിതം നടന്നു പോകുന്നത്. അദ്ദേഹം കണ്ണൂർ ജില്ലയിലെ പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്നു. ആ സമയത്ത് കണ്ണൂർ ജില്ലയിലെ പാർട്ടിയെ ആകെ ഇളക്കി നിർത്തുന്ന ഒരു നേതാവ് എന്ന വിശേഷണത്തോടുകൂടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ജയരാജൻ സംസ്ഥാന ഭരണകൂടത്തിൻ്റെ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള വലിയൊരു വിഭാഗത്തിൻ്റെ കണ്ണിലെ കരടായി മാറി. അതിൻ്റെ ഭാഗമായി അദ്ദേഹം ജില്ലാ സെക്രട്ടറി സ്ഥാനത്തു നിന്നും നീക്കം ചെയ്യപ്പെട്ട് വടകരയിൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. പക്ഷേ പാർട്ടിയും മുന്നണിയുമൊക്കെ ഉദ്ദേശിച്ചതുപോലെ തന്നെ ജയരാജൻ അതിദയനീയമായ രീതിയിൽ കെ മുരളീധരൻ എന്ന കോൺഗ്രസ് നേതാവിനോട് പരാജയപ്പെട്ടു. അക്കാലത്ത് മത്സരിച്ച ഒട്ടുമിക്ക ജില്ലാ സെക്രട്ടറിമാർക്കും തോൽവിക്ക് ശേഷം തങ്ങളുടെ പാർട്ടി ജില്ലാ സെക്രട്ടറി സ്ഥാനം തിരിച്ചു കൊടുത്തെങ്കിലും ജയരാജന് മാത്രം പാർട്ടി ആ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനം തിരിച്ചു കൊടുത്തില്ല. കുറച്ചു കാലഘട്ടം ഒരു പദവിയിലും അദ്ദേഹം നിയമിക്കപ്പെട്ടതുമില്ല. പിന്നീട് വലിയ നിലയിലുള്ള പ്രതിഷേധങ്ങളുണ്ടായി. പാർട്ടിക്കകത്ത്, കണ്ണൂർ ജില്ലയിലെ പാർട്ടിക്കകത്തും കോഴിക്കോട് ജില്ലയിലെ പാർട്ടിയിലും ഉൾപ്പെടെ വലിയ നിലയിലുള്ള പ്രതിഷേധമുണ്ടായതിനെ തുടർന്ന് അദ്ദേഹം ആർക്കും വേണ്ടാത്ത ഖാദി ബോർഡിൻ്റെ ഒരു വൈസ് ചെയർമാനായി നിയമിക്കപ്പെട്ടു. ഖാദി ബോർഡിനെ കുറിച്ച് പറയുമ്പോൾ പി ജയരാജന് മുമ്പ് ഖാദി ബോർഡിൻ്റെ ഈ വൈസ് ചെയർമാൻ സ്ഥാനം അലങ്കരിച്ചിരുന്നത് നമ്മുടെ ചെറിയാൻ ഫിലിപ്പായിരുന്നു. അദ്ദേഹത്തിന് CPM-വുമായി അക്കാലത്തുണ്ടായിരുന്ന ബന്ധം എന്തായിരുന്നുവെന്നും പിന്നീട് എന്തുകൊണ്ടാണ് അദ്ദേഹം CPM-ന് പുറത്തേക്ക് സഞ്ചരിക്കേണ്ടി വന്ന് പിന്നീട് കോൺഗ്രസിൽ തന്നെ തിരിച്ചെത്തിയതെന്നും നമ്മുടെ രാഷ്ട്രീയ സമൂഹത്തിന് കൃത്യമായ ബോധ്യവുമുണ്ട്. അപ്പോൾ ചെറിയാൻ ഫിലിപ്പിന് നൽകേണ്ട അത്രയുമൊക്കെ സ്ഥാനങ്ങളെ ജയരാജനും അർഹിക്കുന്നുള്ളൂ എന്നുള്ളത് കൂടിയായിരുന്നു പിണറായി വിഭാഗത്തിൻ്റെ ആ നിലപാടിന് പിന്നിൽ. പക്ഷെ അവിടെയും ജയരാജൻ തളർന്നില്ല. കണ്ണൂർ ജില്ലയിലെ പാർട്ടിയെ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന നേതാക്കളും പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള നേതൃസമൂഹവും ഒക്കെ അവിടെ ഉണ്ടെങ്കിലും കണ്ണൂർ ജില്ലയിലെ പാർട്ടിയെ തൻ്റേതായ രീതിയിൽ കൈപ്പിടിയിൽ ഒതുക്കിക്കൊണ്ട് തന്നെയാണ് ജയരാജൻ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ അദ്ദേഹം ഒരു പുസ്തകമെഴുത്തിൻ്റെ പണിപ്പുരയിലാണ്. മുസ്ലിം രാഷ്ട്രീയം, രാഷ്ട്രീയ ഇസ്ലാം, ഇതാണ് പി ജയരാജൻ്റേതായി പുറത്തിറങ്ങാൻ പോകുന്ന പുസ്തകത്തിൻ്റെ പേര്. അതിൻ്റെ എഴുത്തുപണികളൊക്കെ പുരോഗമിച്ചു കൊണ്ടു നിൽക്കുന്നു. കഴിഞ്ഞ ദിവസം കണ്ണൂരിലെ ഒരു പ്രാദേശിക ചാനൽ, ആ ചാനലിന് വേണ്ടി ജയരാജൻ കൊടുത്ത അഭിമുഖത്തിൽ രാഷ്ട്രീയ ഇസ്ലാം, അതായത് ഇസ്ലാമിക മത തീവ്രവാദം, ആ മത തീവ്രവാദികൾ ജനാധിപത്യപരമായ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നതും ആ രാഷ്ട്രീയ പാർട്ടികളെ ഒന്നാകെ കൈപ്പിടി ഒതുക്കി 2047 നമ്മുടെ രാജ്യം ഒരു ഇസ്ലാമിക രാജ്യമാക്കി തീർക്കേണ്ടതിൻ്റെ പദ്ധതികളെക്കുറിച്ചും വിഭാവനം ചെയ്തു പോകുന്ന ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം. അത് വലിയ ആപത്തിലേക്കാണ് നമ്മുടെ രാജ്യത്തെ, നമ്മുടെ സംസ്ഥാനത്തെ കൊണ്ടുപോകുന്നത് എന്നായിരുന്നു അദ്ദേഹം ആ TV ചാനൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നത്. അതിൽ പരാമർശിക്കപ്പെട്ടു പോയ ഒട്ടേറെ സവിശേഷമായ ചില കാര്യങ്ങളുണ്ട്. അതിൽ അദ്ദേഹം പറഞ്ഞത് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക മത തീവ്രവാദത്തെക്കുറിച്ച് തന്നെയായിരുന്നു. ഈ ഇസ്ലാമിക മത തീവ്രവാദികൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഉൾപ്പെടെ നുഴഞ്ഞു കയറി ആ മത തീവ്രവാദം നമ്മുടെ ജനാധിപത്യ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ എങ്ങനെയൊക്കെ പ്രയോഗിക്കാം, എങ്ങനെ രാഷ്ട്രീയ പാർട്ടികളെ എങ്ങനെ കൈപ്പിടിയിൽ ഒതുക്കാം, അതുവഴി സംസ്ഥാന ഭരണകൂടത്തിലും രാജ്യഭരണകൂടത്തിലും തങ്ങളുടേതായ താല്പര്യങ്ങൾ എങ്ങനെ നിർവഹിക്കാം എന്നുള്ള കണ്ടെത്തൽ അപകടകരമാണ് എന്നായിരുന്നു ജയരാജൻ്റെ ആ ചാനൽ അഭിമുഖത്തിൻ്റെ പ്രസക്ത ഭാഗം. കേരളത്തിൽ ഇസ്ലാമിക തീവ്രവാദം അത്രമാത്രം ശക്തിപ്പെട്ടു നിൽക്കുന്നു എന്നുള്ളത് അങ്ങനെ ഒരു വാദം ഉന്നയിക്കുക വഴി ജയരാജൻ പ്രത്യക്ഷമായി വിചാരിച്ചത് തന്നെ പിണറായി വിജയനെതിരെ
ഒരു കൊട്ട് കൊടുക്കുക എന്നുള്ളതായിരുന്നു. അതായത് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനാണ്, സംസ്ഥാന ആഭ്യന്തര വകുപ്പ് കൈയാളുന്നതും പിണറായി വിജയനാണ്. അപ്പോൾ ഈ മുഖ്യമന്ത്രിയുടെയും ആഭ്യന്തര വകുപ്പിൻ്റെയും കീഴിൽ കേരളത്തിൽ ഇസ്ലാമിക തീവ്രവാദം അതിശക്തമായ നിലയിൽ പ്രവർത്തിക്കുകയാണ്. ഈ മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന സർക്കാരും ആഭ്യന്തര വകുപ്പും ഒക്കെ ഇക്കാര്യത്തിൽ പരാജയമാണ് എന്ന് വരുത്തി തീർക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അക്കാര്യത്തിൽ പരിപൂർണമായി ജയരാജൻ വിജയിച്ചു. പക്ഷേ ഇസ്ലാമിക സമൂഹത്തിൻ്റെ വലിയൊരു എതിർപ്പ് ഈ ചാനൽ അഭിമുഖത്തിന് ശേഷം പുറത്തേക്ക് വന്നു. അതോടുകൂടി അദ്ദേഹം തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ, തൻ്റെ ഫേസ്ബുക്ക് പേജിൽ താൻ ഉന്നയിച്ച വാദങ്ങളെല്ലാം അക്ഷരം പ്രതി തെറ്റായിരുന്നു, ആ ചാനൽ അഭിമുഖത്തിൽ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്ന രീതിയിൽ ഒരു ലേഖനം ഫേസ്ബുക്കിൽ എഴുതി. അതിൽ പറഞ്ഞു പോകുന്നത്, ആഗോള സമാധാനത്തിനുള്ള ഭീഷണി ഇസ്ലാമിക തീവ്രവാദമാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇസ്ലാമിക തീവ്രവാദത്തെക്കാൾ ലോകം നേരിടുന്ന ഏറ്റവും വലിയ ശത്രുവായി കാണുന്നത് അമേരിക്കയാണ്. അമേരിക്കൻ സാമ്രാജ്യത്വമാണ് ഇസ്ലാമിക ഭീകരവാദത്തെക്കാൾ ലോകത്തിന് ഭീഷണി. ഗാസയിൽ, അതായത് പലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്ന കൂട്ടക്കൊലയ്ക്ക് അമേരിക്ക പിന്തുണ നൽകുന്നു. മറ്റൊരു പ്രധാന കാര്യം, ISIS-ലേക്ക്, അതായത് സിറിയ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഇസ്ലാമിക മത തീവ്രവാദികളുടെ ആ കൂടാരത്തിലേക്ക് കേരളത്തിൽ നിന്ന് പരക്കെ ആളുകളെ റിക്രൂട്ട് ചെയ്തതായി താൻ പറഞ്ഞിട്ടില്ല. എണ്ണം പറഞ്ഞ രീതിയിൽ 1, 2, 3 ആളുകളൊക്കെ അങ്ങനെ പോയിട്ടുണ്ട് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സംഭവമായിരുന്നു, അല്ലെങ്കിൽ സംഭവമാണ്, ഇപ്പോഴും നടക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്നായിരുന്നു ജയരാജൻ്റെ ഈ ഫേസ്ബുക്ക് വാദങ്ങൾ. കേരളത്തിലെ ഇസ്ലാമിക സമൂഹത്തിൻ്റെ എതിർപ്പ് നേടിയെടുത്ത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രബലമായ ഒരു ചേരിയായി തീരാൻ തനിക്ക് സാധിക്കില്ല എന്ന് ജയരാജന് വളരെ കൃത്യമായി അറിയാം. ജയരാജനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മാർക്സിസ്റ്റ് പാർട്ടിയും ഒക്കെ കഴിഞ്ഞ എത്രയോ കാലങ്ങളായി കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് ഈ മത തീവ്രവാദികളുടെ പിൻബലത്തോടു കൂടിയാണ്. പിണറായി വിജയൻ്റെ 1ാം ഘട്ട ഗവൺമെൻറ്റും 2ാം ഘട്ട ഗവൺമെൻറ്റും അധികാരത്തിലെത്തുന്നത് കാന്തപുരം ജമാഅത്തെ ഇസ്ലാമി, സുന്നി, സമസ്ത, മുജാഹിദ് പ്രസ്ഥാനങ്ങൾ, ഈ പ്രസ്ഥാനങ്ങളുടെയൊക്കെ പിന്തുണയോടുകൂടിയായിരുന്നു എന്നുള്ളത് വളരെ കൃത്യമായ കാര്യമാണ്. അവർക്ക് വേണ്ട സേവന വേതന പ്രവർത്തനങ്ങളൊക്കെ പിണറായി വിജയൻ യഥാസമയം നൽകിയിട്ടുമുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു പ്രാദേശിക ചാനലിൻ്റെ അഭിമുഖത്തിൽ ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ, അതായത് ഇസ്ലാമിക സമൂഹത്തിനെതിരെ താൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു എന്നുള്ളത് തെറ്റായ വാർത്തയാണ്. താൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഇസ്ലാമിക തീവ്രവാദമല്ല ലോകത്തിന് ഭീഷണി എന്ന്, അമേരിക്കൻ സാമ്രാജ്യത്വമാണ് ലോകത്തിന് ഏറ്റവും വലിയ ഭീഷണി എന്നും ജയരാജൻ ഇവിടെ പറഞ്ഞു വെക്കുന്നതിൻ്റെ പ്രസക്തി, ഇസ്ലാമിക സമൂഹത്തിൻ്റെ പിന്തുണയില്ലാതെ കേരളത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും CPIM-നും സാധിക്കില്ല എന്നുള്ളതിൻ്റെ കൃത്യമായ നിർവചനമാണ്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ കേരളത്തിൽ നടത്തിയ കൊലപാതകങ്ങളെക്കുറിച്ച്, കുരുതികളെക്കുറിച്ച് ജയരാജൻ അറിയാത്തതുകൊണ്ടല്ല. പോപ്പുലർ ഫ്രണ്ടിൻ്റെ കത്തിമുനകളിലും കഠാരമുനമ്പിലും അരിഞ്ഞു വീഴ്ത്തപ്പെട്ടത് എത്രയോ RSSൻ്റെയും BJPയുടെയും പ്രവർത്തകരാണ്. പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയം എന്താണ്? പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആത്യന്തമുള്ള രാഷ്ട്രീയം 2047 ഇന്ത്യ ഒരു സ്വതന്ത്ര ഇസ്ലാമിക റിപ്പബ്ലിക്കാക്കി തീർക്കുക എന്നുള്ളത് മാത്രമാണ്. ആലപ്പുഴയിലെ അരിയും മലരും പ്രകടനമൊക്കെ നാമൊക്കെ കേട്ടതാണ്. ജയരാജനും മാർക്സിസ്റ്റ് പാർട്ടിയും അത് കേട്ടിട്ടുണ്ടോ എന്നുള്ളത് ഇപ്പോൾ നാം അന്വേഷിക്കേണ്ടതുമാണ്. മറ്റൊന്ന് ലവ് ജിഹാദാണ്. ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട് എത്രയോ വാദങ്ങളും വാദപ്രതിവാദങ്ങളും കേരളത്തിൽ അരങ്ങേറാൻ തുടങ്ങിയിട്ട് എത്രയോ കൊല്ലങ്ങളായി. ക്രൈസ്തവ സമൂഹം, ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട SNDP ഉൾപ്പെടെയുള്ള വിവിധ സമൂഹങ്ങൾ, ഇവരൊക്കെ വളരെ കൃത്യമായി പറയുന്നു, ലവ് ജിഹാദ് എന്നൊരു സംഭവമുണ്ട്. ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗത്തിലെ പെൺകുട്ടികളെ ഇസ്ലാമിക തീവ്രവാദ ശക്തികളുടെ പിൻബലത്തോടുകൂടി ഈ ഇസ്ലാമിക തീവ്രവാദ ശക്തികൾ അവരുടെ ചെറുപ്പക്കാരെ വെച്ച് മയക്കി വിവാഹം എന്നുള്ളൊരു ലേവലൊട്ടിച്ച് നാട് കടത്തപ്പെടുന്നുണ്ട്. അവരാരും സ്വൈരമായി കുടുംബത്തിൽ കിടന്നുറങ്ങുന്നില്ല, ജീവിക്കുന്നില്ല, ദാമ്പത്യ ജീവിതം ആരോഗ്യകരമായ രീതിയിൽ അനുഭവിക്കുന്നില്ല. അതിൻ്റെ തെളിവുകളായി നമ്മുടെ നാട്ടിൽ നിന്ന് സിറിയയിലേക്ക് നാട് കടത്തപ്പെട്ടു പോയ എത്രയോ ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളുടെ അനുഭവക്കുറിപ്പുകളും അവരുടെ വർത്തമാനകാല ജീവിത ദുരന്തങ്ങളും അവർക്ക് ഏൽക്കേണ്ടി വന്ന പീഡനങ്ങളും ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അവരിൽ പലരും ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലെ ജയിലുകൾക്കുള്ളിലാണ്. അവിടെ താലിബാൻ്റെ ഭരണമാണ്. മറ്റു ചിലരൊക്കെ സിറിയയിൽ പോയി ചാവേറുകളായി പൊട്ടിത്തെറിച്ചു. അതൊക്കെ ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികളായിരുന്നു. അപ്പോൾ അതിനെ കേന്ദ്രീകരിച്ചാണ് ലവ് ജിഹാദ് എന്നൊരു പരാമർശമുണ്ടായത്. പക്ഷേ ലവ് ജിഹാദ് എന്ന പേരിൽ അത് നടക്കുന്നുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചായിരുന്നു ആ കാലത്ത് അരങ്ങേറിയ ചർച്ച. പേരൊരു പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറുന്നുണ്ടായിരിക്കാം. പക്ഷേ ലവ് ജിഹാദ് എന്നൊരു സംഭവം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമറ്റ കാര്യമാണ്.
അത് ജയരാജൻ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ജയരാജൻ ആവശ്യം CPM ആവശ്യം വോട്ടാണ്. പക്ഷേ പൊതുസമൂഹത്തിലെ സാധാരണക്കാർക്ക് ആവശ്യം തങ്ങളുടെ പെൺകുട്ടികളുടെ സുരക്ഷയാണ്. അതുകൊണ്ട് അവർ കൃത്യമായി പറയുന്നു ലവ് ജിഹാദ് ഉണ്ട്. പക്ഷെ അത് ജയരാജൻ സമ്മതിക്കുന്നില്ല. മറ്റൊന്ന് CPM തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ളിൽ തന്നെ നുഴഞ്ഞു കയറിയ ഇസ്ലാമിസ്റ്റുകളെ കുറിച്ചാണ്. നാളിതുവരെ ഒരു സമരത്തിൻ്റെയോ ഒരു പ്രതിഷേധ പ്രകടനത്തിൻ്റെയോ ഭാഗമാകാത്ത ചിലരൊക്കെ വളരെ പെട്ടെന്ന് സംസ്ഥാന കമ്മിറ്റിയിലും സംസ്ഥാന സെക്രട്ടേറിയറ്റിലും സംസ്ഥാന സെക്രട്ടറിമാരുമൊക്കെയായി യുവജന സംഘടനകളുടെ ഭാഗമായി വരുന്നു. സ്വാഭാവികമായി സംശയമുണ്ടാവും. കാലങ്ങളോളം താഴേക്കടിയിൽ പോസ്റ്റർ ഒട്ടിച്ച് പാർട്ടി പ്രവർത്തനം നടത്തി പണിയെടുക്കുന്ന ആളുകളെ മാറ്റി നിർത്തി ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ഒരാൾ പെട്ടെന്ന് നേതാവാകുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുന്ന സംശയമാണ് ഇയാൾ ഇസ്ലാമിസ്റ്റ് ആണോ. അയാൾ ഇസ്ലാമിസ്റ്റ് ആണ് എന്ന് പൊതുസമൂഹം വിലയിരുത്തുന്നു. അതേക്കുറിച്ച് ജയരാജനും CPIM മിണ്ടുന്നില്ല. അങ്ങനെ മിണ്ടിയതും മിണ്ടാത്തതുമായ ഒട്ടേറെ കാര്യങ്ങൾ. ഈ കാര്യങ്ങളിൽ ഇസ്ലാമിക സമൂഹത്തിനെതിരെ, ഇസ്ലാമിക തീവ്രവാദ സമൂഹത്തിനെതിരെ കേരളത്തിൽ ഏതെങ്കിലും നിലവാരത്തിലുള്ള ഒരു പ്രതിഷേധം ഉണ്ടാവണം എന്ന് ജയരാജൻ ആഗ്രഹിക്കുന്നില്ല. ജയരാജൻ ആഗ്രഹിച്ചത് 2-3 കാര്യങ്ങൾ മാത്രമാണ്. അതിലൊന്ന്, കേരളം അരക്ഷിതമായ ഒരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും കേരളത്തിലെ മത തീവ്രവാദികളുടെ ഈ കലാപരിപാടികൾക്ക് തടയിടാൻ വേണ്ടി സാധിക്കുന്നില്ല. ഒന്ന് അത്. രണ്ടാമത്തേത്, ഇസ്ലാമിക സമൂഹത്തിൻ്റെ പിന്തുണയില്ലാതെ, പോപ്പുലർ ഫ്രണ്ടിൻ്റെ വരെ പിന്തുണയില്ലാതെ CPM ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും കേരളത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ സാധ്യമല്ല എന്നുള്ളൊരു തിരിച്ചറിവ് കൂടി ജയരാജനോട് പങ്കുവെക്കുന്നു. മൂന്നാമത്തേതാണ് ഏറ്റവും വിചിത്രം. ജയരാജൻ ഇങ്ങനെ ഒരു പുസ്തകം എഴുതുന്ന കാര്യവും ആ പുസ്തകം അടുത്ത് തന്നെ പ്രസാധനം ചെയ്യപ്പെടുന്ന കാര്യവുമൊന്നും മാലോകർ ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഈ ചാനൽ ഇൻ്റർവ്യൂ വഴി താൻ ഇങ്ങനെ ഒരു പുസ്തകം എഴുതുന്നുണ്ട് എന്നുള്ളതായിരുന്നു ജയരാജൻ ആദ്യം ഉദ്ദേശിച്ച കാര്യം. അത് കേരളത്തെ അറിയിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് സാധിച്ചു. ആ വകയിൽ ഇങ്ങനെയൊരു ചർച്ചയും സാധിച്ചു. ഇനിയിപ്പോൾ അടുത്ത ഘട്ടത്തിൽ പുസ്തകം റിലീസാവും. അപ്പോൾ ചൂടപ്പം പോലെ ആ പുസ്തകം വിറ്റുപോകും. നാലാമത്തെ കാര്യം, പിണറായി വിജയൻ എന്ന CPM നേതാവിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അദ്ദേഹം ഉൾപ്പെടുന്ന മുഖ്യധാരാ നേതൃനിരക്കുമെതിരെ വലിയൊരു ശക്തി സമാഹരിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ലക്ഷ്യം. പാർട്ടി സമ്മേളനങ്ങളും ഒക്കെ നടന്നു വരുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ അദ്ദേഹം ഇപ്പോഴും സംസ്ഥാന കമ്മിറ്റി അംഗമായി തുടരുന്നു. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് കേരളത്തിലെ ആത്യന്തികമായ ഒരു ബോഡി. അവിടെ എത്തിച്ചേരുക എന്നുള്ളത് ഇദ്ദേഹത്തിൻ്റെ ഒരു ലക്ഷ്യം കൂടിയാണ്. ഇദ്ദേഹത്തെ അനുകൂലിക്കുന്ന, ഈ സഖാവിനെ അനുകൂലിക്കുന്ന കുറേ ആളുകൾക്കും അതിൽ താല്പര്യമുണ്ട്. അതിനു പുറമെ പിണറായി വിജയന് ശേഷം CPM ആര് എന്നുള്ളൊരു ചോദ്യം ഒരു സമസ്യയായി തുടർന്നു പോകുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ഒരു നേതാവിനെ കണ്ടെത്താൻ CPM സാധിക്കുന്നില്ല. MV ഗോവിന്ദൻ മാസ്റ്റർക്കൊന്നും ഇന്നത്തെ നിലയിൽ അല്ലാതെ മറ്റൊരു ദിശയിൽ ഒരു മുന്നേറ്റത്തിൻ്റെ ഭാഗമായി CPM നയിച്ചു കൊണ്ടുപോവുക ഇന്നത്തെ നിലയിൽ ദുഷ്കരമാണ്. ഇപ്പോൾ ജയരാജനെ പോലൊരു നേതാവാണ് CPM അഭികാമ്യം എന്ന് അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ആളുകൾ തിരിച്ചറിയുന്നു. അതിനുള്ള ഒരു വേദി ഒരുക്കുക കൂടിയാണ് അദ്ദേഹം ചെയ്തത്. അമേരിക്കൻ സാമ്രാജ്യത്വത്തോടും ഇസ്ലാമിക തീവ്രവാദത്തോടും അത് രാജ്യത്തും ലോകത്തുമുണ്ടാക്കുന്ന അങ്കലാപ്പോടുമൊന്നും CPM ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും P ജയരാജനുമൊന്നും പ്രത്യേകം താല്പര്യമില്ല എന്നർത്ഥം.